ഹൈ സ്റ്റുഡൻസ്, ഇപ്പം നമ്മൾ നെറ്റ്വർക്കിംഗ് ഡിവൈസസുകളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ നമ്മൾ റൂട്ടർ, റിപ്പീറ്റർ, സ്വിച്ച്, ഹബ്ബ്, ഗേറ്റ് വേ. അപ്പോൾ അതിലുള്ള ഒരു ടേമാണ്. ഒന്ന് മോഡം എന്ന് പറയും, മോഡം. അപ്പോൾ ഞങ്ങൾ നോർമലി ഇത് സാധാരണ നമ്മൾ കേൾക്കാറുള്ളൊരു ടേമാണ് മോഡം എന്ന് പറയും. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇൻ്റർനെറ്റ് എടുക്കണമെങ്കിൽ നമ്മളൊരു മോഡം മേടിച്ച് വെക്കണമെന്ന് പറയും അല്ലേ. ആ മോഡം എന്തിനാണ് മേടിച്ച് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ മോഡം എന്ന് പറയുന്നതിൻ്റെ പേര് തന്നെ എങ്ങനെയാണ് ഈ ഒരു ടേം കിട്ടിയത്? മോഡം. മോഡ് മീൻസ് മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. ഈ ടേമിൽ നിന്നാണ് നമുക്ക് എന്തുണ്ടാക്കിയേക്കുന്നത്? മോഡം എന്ന് പറയുന്ന ടേം ഉണ്ടാക്കിയത്. മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. മോഡുലേറ്റ് ചെയ്യുക, ഡീമോഡുലേറ്റ് ചെയ്യുക. എന്താണ് മോഡുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഡീമോഡുലേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കാം. അതൊരു ഡിജിറ്റൽ സിഗ്നൽ ആണെങ്കിൽ ആ ഡിജിറ്റൽ സിഗ്നലിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? അനലോഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ തിരിച്ചും ചെയ്യാം. അനലോഗ് സിഗ്നൽ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ മോഡുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യും. ഡീമോഡുലേറ്റർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ ടു അനലോഗ് അല്ലെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ നടക്കാൻ പറ്റുന്ന ഒരു ഡിവൈസിനെ നമ്മൾ പറയുന്ന പേരാണെന്ന് പറയുന്നത് മോഡം എന്ന് പറയും. മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ. അപ്പോൾ ഇത് പല ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ മോഡം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ മോഡുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് മോഡം എന്ന് പറയുന്ന ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. സാധാരണ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻ്റർനെറ്റിനെയൊക്കെ ആക്സസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് യൂസ് ചെയ്യുന്നത്? ഈ മോഡം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ടെലഫോൺ ലൈൻ വഴി വരുന്നത്, ഇപ്പോൾ നമുക്ക് വീട്ടിൽ ഇൻ്റർനെറ്റ് വരുന്നത് നമ്മുടെ ടെലഫോൺ ലൈൻ വഴിയാണെന്ന് വിചാരിക്കുക. ടെലഫോൺ ലൈൻ വഴിയാണ്. അത് ഈ ടെലഫോൺ ലൈൻ വഴി വരുന്ന അനലോഗ് സിഗ്നലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലൊരു മോഡം മേടിച്ച് വെച്ചിട്ട് ഈ ടെലഫോൺ ലൈൻ ഇതിലേക്ക് കണക്ട് ചെയ്യും. ഇപ്പോൾ വരുന്ന അനലോഗ് സിഗ്നൽ ഇവൻ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ മോഡം ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് നമ്മുടെ PC-യിലും അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലൊക്കെ ഡേറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. This convert digital signal to analog signal and different frequencies and transmit these signals to a modem at the receiving location. അതായത് ഇപ്പോൾ നമ്മൾ സെൻറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സെൻറ്ററിൽ വരുന്ന ഡാറ്റ ഡിജിറ്റലായിരിക്കും. ഈ ഡിജിറ്റൽ ഡാറ്റേനെ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യും ഈ മോഡം. എന്നിട്ട് എന്ത് ചെയ്യും? ടെലഫോൺ ലൈൻ സെൻഡ് ചെയ്യും. അപ്പോൾ ടെലഫോൺ ലൈനിൽ റിസീവർ സെക്ഷൻ ഇല്ല. റിസീവർ സെക്ഷൻ കിട്ടുന്നത് ഈ അനലോഗ് സിഗ്നൽ അല്ലേ. ഈ അനലോഗ് സിഗ്നൽ ഇവിടെ ഒരു മോഡം വെച്ചിട്ട് അവർ എന്താക്കി കൺവേർട്ട് ചെയ്യും? ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ മോഡംസ് യൂസ് ചെയ്യുന്നത്. ദീസ് കൺവേർട്ടഡ് സിഗ്നൽ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ എ കേബിൾ സിസ്റ്റം. അതായത് നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്തൊരു സിഗ്നൽ നമ്മൾ കേബിൾ വഴി, ടെലഫോൺ ലൈൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസിലേക്ക് സെൻഡ് ചെയ്യും. പിന്നെ ആ റിസീവറിലിരിക്കുന്ന ഒരു മോഡം ഈ അനലോഗ് സിഗ്നലിനെ എന്താക്കി കൺവേർട്ട് ചെയ്യും? ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റും. ഇപ്പം സാധാരണ മോഡം ജനറലി എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഇല്ലേ, അതായത് നമുക്ക് ഇൻ്റർനെറ്റ് തരുന്ന ആൾക്കാരല്ലോ, അവരുടെ കസ്റ്റമേഴ്സിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? മോഡം കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ BSNLൻ്റെ നെറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ BSNL ആണ് ISP പ്രൊവൈഡർ. കസ്റ്റമർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ്. നമുക്ക് അവരൊരു മോഡം തരും. ആ മോഡം വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ ടൈപ്പ് ഉള്ള മോഡമാണ് നമുക്ക് സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളതാണ്. അതിൽ സാധാരണ നമ്മൾ വീടുകളിലൊക്കെ മേടിച്ച് വെക്കുന്ന സാധാരണ ഒരു മോഡമാണ് DSL മോഡം എന്ന് പറയുന്നത്. DSL, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്നാണ് ഇതിൻ്റെ പേര്. DSL എന്ന് വെച്ചാൽ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. ഇത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ റെഗുലർ ഫോൺ ലൈൻ വഴി നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡമാണ് DSL മോഡൽ എന്ന് പറയും. പക്ഷേ അതൊരു സാധാരണ ബാക്കിയുള്ള ഇൻ്റർനെറ്റിനൊക്കെ സംബന്ധിച്ചോളം ഈ DSL മോഡൽ വഴി നമ്മൾ എടുക്കുന്നത് വളരെ സ്ലോ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെയെന്ന് വെച്ചാൽ കേബിൾ മോഡമാണ്. ഇപ്പോൾ ഇതാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ DSL മോഡൽ നമ്മുടെ വീട്ടിലൊന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കേബിൾ കണക്ഷൻ ഉണ്ടെങ്കിൽ അവർ തരുന്ന ഇൻ്റർനെറ്റ് എടുക്കാനായിട്ട് അവർ തരുന്ന മോഡം എന്ന് വെച്ചാൽ കേബിൾ മോഡമായിരിക്കും. അതായത് TV കേബിളിൻ്റെ ലൈൻ വഴി നമുക്ക് എന്ത് ചെയ്യാം? ഫാസ്റ്റ് ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് കേബിൾ മോഡം എന്ന് പറയും. പിന്നെയുള്ള വയർലെസ് മോഡമാണ്. നമുക്ക് വൈഫൈ, അതായത് നമുക്ക് വീട്ടിൽ വരുന്ന ഇൻ്റർനെറ്റിനെ വയർലെസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധിയിലേക്ക് നമുക്കിങ്ങനെ സെൻഡ് ചെയ്ത് അവിടെയുള്ള ഈ പരിധിയിലുള്ള ആൾക്കാർക്കൊക്കെ ഡേറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വയർലെസ് മോഡംസ് ഉണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്? അനലോഗ് ടു ഡിജിറ്റൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷനാണ് സാധാരണ എന്ത് ചെയ്യാറുള്ളത്? മോഡം ചെയ്യാറുള്ളത്. അപ്പം മോഡം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡുലസ് ഡീമോഡുലേറ്ററാണ്. അനലോഗ് ടു ഡിജിറ്റൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷനാണ്. പിന്നെയുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഫോൺ വഴി മൊബൈൽ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്ന മോഡമാണ് സെല്ലുലർ മോഡം എന്ന് പറയും. സെല്ലുലർ
മൊബൈൽ ഡാറ്റ, ഇൻ്റർനെറ്റ് നമുക്ക് മൊബൈൽ ഡാറ്റ വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മോഡംസാണ് നമുക്ക് സെല്ലുലർ മോഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മോഡത്തിൻ്റെ ടൈപ്പുകളുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ യൂസേജ് എന്താണ് അതനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡം നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഫയർവാൾ എന്ന് പറയും. ഫയർവാൾ ഓക്കെ. അപ്പോൾ ഇത് ഫയർവാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് സെക്യൂരിറ്റിക്ക്, ഇപ്പം നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അയക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വയർ വഴി കണക്ട്, അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് വെക്കാൻ പറ്റുന്നൊരു ഭിത്തി, ഭിത്തിയാണ്, ഒരു ഭിത്തിയാണ്. അത് ഈ ഭിത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി പ്രൊവൈഡ്. നമ്മൾ സാധാരണ രണ്ട് റൂമുണ്ട്, നമ്മുടെ വീട്ടിൽ 2 റൂമുണ്ടെന്ന് വിചാരിക്കും. ഈ 2 റൂമിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനിടയ്ക്കൊരു ഭിത്തി ഒരു വാൾ പണിത് വെക്കും അല്ലേ. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഈ റൂമിലുള്ളവർക്കും പ്രൈവസി വേണം, ഈ റൂമിലുള്ളവർക്കും എന്ത് വേണം, പ്രൈവസി വേണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടിയാണല്ലോ, അതുപോലെ അതേ ഒരു പർപ്പസിന് വേണ്ടി തന്നെയാണ് നമുക്ക് പ്രൈവസിക്കും ഡാറ്റ സെക്യൂരിറ്റിക്കും വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഭിത്തികൾ ഒരു വാൾ പണിത് വെക്കും. ആ വാളിന് നമ്മൾ പൊതുവേ പറയുന്ന പേരാണ് ഫയർവാൾ എന്ന് പറയും. ഫയർവാൾ ഈസ് എ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഡിവൈസാണ്, ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഡിവൈസാണ്. അതൊന്നെങ്കിൽ ഒരു ഹാർഡ്വെയർ ഡിവൈസ് ആവാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആവാം, അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആവാം, അല്ലെങ്കിൽ എന്താവെന്ന് പറഞ്ഞൊരു ഹാർഡ്വെയർ ഡിവൈസസ് ആവാം. എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് മോണിറ്റർ ഓൾ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ട്രാഫിക് ആൻഡ് ബേസ്ഡ് ഓൺ എ ഡിഫൈൻഡ് സെറ്റ് ഓഫ് സെക്യൂരിറ്റി റൂൾസ്. അതായത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ ഡാറ്റ ഇങ്ങോട്ട് ഈ സിസ്റ്റത്തിലേക്ക് അയക്കുന്നതാണ്, ഇവിടുന്ന് നമുക്ക് തിരിച്ച് ഇങ്ങോട്ടും കിട്ടുവാണ്. ഇതാണ് ഇൻകമിങ് ട്രാഫിക്, ഇതാണ് ഔട്ട് ഗോയിങ്. ഇവിടുന്ന് ഡാറ്റ അങ്ങോട്ട് പോവുകയാണല്ലോ, അതാണ് ഔട്ട് ഗോയിങ് ട്രാഫിക്, ഇത് ഇൻകമിങ് ട്രാഫിക്. ഇതെല്ലാം ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വാൾ വെച്ച് മോണിറ്റർ ചെയ്യും. എന്നിട്ട് അവൻ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. അതായത് ആ റൂൾ വെച്ചിട്ടായിരിക്കും ഈ ഡാറ്റ ഇവിടെ വന്നാൽ അപ്പുറത്തേക്ക് അയക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതായത് അത് അക്സെപ്റ്റ് ചെയ്യണോ, റിജക്റ്റ് ചെയ്യണോ, ഡ്രോപ്പ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു വാളായിരിക്കും തീരുമാനിക്കുന്നത്. ആ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഡിവൈസ് ആയിരിക്കും തീരുമാനിക്കുക. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫയർവാൾ എന്ന് പറയും. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഡാറ്റ അയക്കുമ്പം ഇവിടെ ചെല്ലുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഈ ട്രാഫിക് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇതിനകത്ത് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. ഈ റൂൾസ് വയലേറ്റ് ചെയ്യപ്പെടുന്ന എന്തെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതന്നേരം റിജക്റ്റ് ചെയ്യും, ഇപ്പുറത്തേക്ക് കടത്തി വിടുകയില്ല. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഫയർവാൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ആക്ഷൻസാണ്. ഒന്ന് അക്സെപ്റ്റ് ചെയ്യും, അതായത് ഈ ട്രാഫിക് അക്സെപ്റ്റ് ചെയ്യും. ഇതിനകത്ത് ഈ റൂളിനെ വയലേറ്റ് ചെയ്യപ്പെടുന്ന ഡാറ്റകളൊന്നുമില്ല എങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്തിട്ടൊരു മെസ്സേജ് അയക്കും. റിജക്റ്റ് ചെയ്തിട്ട് ആണ് അൺറീച്ചബിൾ എറർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കും. അതാണ് റിജക്റ്റ് എന്ന് പറയുന്നത്. ഡ്രോപ്പ് ആണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും അയക്കുകയില്ല, അവൻ നേരെ അങ്ങ് റിജക്റ്റ് ചെയ്ത് വിടത്തേ ഉള്ളൂ. ഓക്കെ അല്ല. അപ്പോൾ ഇതാണ് ഈ 3 ഫയർവാളിൻ്റെ 3 പ്രധാനപ്പെട്ട കോൾ എന്ന് പറയുന്നത്. അക്സെപ്റ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം, ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ. ഫയർവാൾ ഈസ് ഓൾസോ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഡിവൈസ് ദാറ്റ് ഫിൽട്ടർ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക് വിത്ത് സെക്യൂരിറ്റി പോളിസീസ് ദാറ്റ് ഹാവ് പ്രീവിയസ്ലി ബീൻ സെറ്റ് അപ്പ് ഇൻസൈഡ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഫയർവാളിനകത്ത് ഇത് നമ്മുടെ കമ്പനിയുടെ നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കമ്പനിയുടെ പോളിസി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റൂൾസായിട്ട് ഇതിനകത്ത് ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന ഒരാൾ ഈ നെറ്റ്വർക്ക് കയറി ഇവിടുത്തെ കമ്പ്യൂട്ടറിലെ ഡാറ്റയൊന്നും കാണാൻ പാടില്ല എന്ന് പറയുന്നതാണ്, അതൊരു റൂളാണ്. ഓക്കെ അല്ല. അപ്പോൾ ഇയാൾ കാണാനായിട്ട് ശ്രമം നടത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫയർവാൾ അതിനെ ബ്ലോക്ക് ചെയ്ത് വിടും. അതാണ് പറയുന്നത് ഫിൽട്ടർ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഒരു 100 ഡാറ്റ അയച്ചെങ്കിൽ ആ 100 ഡാറ്റയിൽ കുറച്ച് ഡാറ്റ ഇവനപ്പുറത്തേക്ക് കടത്തി വിടത്തില്ല, കുറച്ച് ഡാറ്റ കടത്തി വിടും. ഓക്കെ, അതിന് ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു അരിപ്പ എടുക്കുകയാണെങ്കിൽ അരിപ്പ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് എന്തെങ്കിലും ഒഴിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് ലിക്വിഡ് മാത്രമല്ല താഴോട്ട് പോകുള്ളൂ, ഫിൽറ്റർ ചെയ്യല്ലേ ചെയ്യുന്നത്, ബാക്കിയുള്ള വേസ്റ്റുകൾ ഇതിനകത്ത് കിടക്കും. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ അയക്കുന്ന ഡാറ്റ ഈ റൂൾ വയലേറ്റ് ചെയ്യപ്പെടുന്ന ഡാറ്റകൾ കിടക്കും, ബാക്കിയുള്ളത് മാത്രമേ അങ്ങോട്ട് പോകുള്ളൂ. അതിന് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഫിൽറ്റർ നമ്മൾ അങ്ങോട്ട് അയക്കുന്നത് ഇങ്ങോട്ട് വരുന്നതെല്ലാം അവൻ ഫിൽറ്റർ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ അല്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫയർവാൾ യൂസ് ചെയ്യുന്നത്. ഫയർവാൾ ഈസ് എസെൻഷ്യലി the wall that separate a private internal network from open internet at its very basic level. അതായത് നമ്മുടെ കോളേജിലുള്ള നെറ്റ്വർക്കില്ലേ, അതിനാണ് നമ്മൾ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. അല്ലാതെ വെളിയിലുള്ള നെറ്റ്വർക്കില്ലേ, അതായത് എല്ലാ കമ്പ്യൂട്ടറുകളും കണക്ട് ചെയ്ത നെറ്റ്വർക്കുണ്ട്, അതിന് ഇൻ്റർനെറ്റ് എന്ന് പറയും. അപ്പം ഇവർ തമ്മിൽ ഡാറ്റ ഷെയർ ചെയ്തിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയ്ക്കൊരു വാൾ വെക്കാം. അത് എന്താണ്, ഫയർവാൾ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഫയർവാൾ എന്ന ടേമിൻ്റെ ഒരു ഡെഫിനേഷൻ. അത് ജസ്റ്റ് വായിച്ച് നോക്കുക.
ഫയർവാൾ അതിൻ്റെ ഒരു എക്സാമ്പിളോട് നോക്കാം നമുക്ക് എങ്ങനെയാണ്. ഇപ്പോൾ ഇതേ ഉള്ളൂ. അതായത് ഇത് നമ്മുടെ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്, ലാനാണ്. ഇതൊരു വെളിയിലുള്ളൊരു വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഇവർ തമ്മിലൊരു കണക്ഷൻ, എനിക്ക് ഈ ലാനിൽ നിന്ന് ഈ വാനിലേക്ക് ഒരു കണക്ഷൻ പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഡാറ്റ എനിക്കിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. അപ്പം എനിക്ക് ആ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ തിരിച്ചിങ്ങനെ ഡാറ്റ കിട്ടുകയും ചെയ്യണം. അപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഡാറ്റ, അത് ഔട്ട് ഗോയിങ് ഡാറ്റയ്ക്കും ഇൻകമിങ് ഡാറ്റയ്ക്കും നമ്മൾ അതിനിടയ്ക്ക് ഒരു എന്ത് ചെയ്യും, ഒരു മതിൽ പണിത് വെക്കും. അതായത് എല്ലാ ഡാറ്റയും ഇങ്ങോട്ട് പോകാൻ പാടില്ല. ഇത് നമ്മുടെ കമ്പനിയുടെ റൂൾസ് ഉണ്ടാവും. കമ്പനി റൂൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റാസ് മാത്രമേ ഇങ്ങോട്ട് പോവുള്ളൂ. ഓക്കെ അല്ലേ? അതുപോലെ അതിന് കറസ്പോണ്ടിങ് ഡാറ്റ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പം ബാക്കിയുള്ളതിനെ തടഞ്ഞു നിർത്തുന്ന ആളാണെന്ന് പറയുന്നത് ഫയർവാൾ എന്ന് പറഞ്ഞാൽ അതൊരു സോഫ്റ്റ്വെയർ ആവാം, അല്ലെങ്കിൽ എന്താവാം, ഹാർഡ്വെയർ ആവാം. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് നോക്കാം. ഫയർവാൾ മാച്ചസ് ദ നെറ്റ്വർക്ക് ട്രാഫിക് അഗെയിൻസ്റ്റ് ദ റൂൾ സെറ്റ് ഡിഫൈൻഡ് ഇൻ ഇറ്റ്സ് ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർവാൾ മാച്ച് ദ നെറ്റ്വർക്ക് ട്രാഫിക് എഗെയിൻസ്റ്റ് ദ റൂൾ സെറ്റ് ബൈ ദി ടേബിൾ. അപ്പോൾ ഇതിനകത്തൊരു ടേബിൾ ഉണ്ടാവും. ഈ ടേബിളിലായിരിക്കും ഈ റൂൾസ് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ആ ടേബിളിലുള്ള റൂൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാഫിക്ക് മാത്രമേ അവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ടാവുള്ളൂ. നെറ്റ്വർക്ക് ട്രാഫിക് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഡേറ്റയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്ലോയിനെ നമ്മൾ പറയുന്ന പേരാട്ടോ ട്രാഫിക്. സാധാരണ വണ്ടിയുടെ ട്രാഫിക് എന്ന് വെച്ചാൽ നിരത്തിൽ കൂടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഉണ്ടാകുന്ന ട്രാഫിക് ഇല്ലേ, നമ്മളതിന് ട്രാഫിക് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറെ നെറ്റ്വർക്കിലേക്ക് ഡേറ്റ പോകുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാഫിക് എന്ന് പറയും. വൺസ് ദ റൂൾ ഈസ് മാച്ച്ഡ് അസോസിയേറ്റഡ് ആക്ഷൻ ഈസ് അപ്ലൈഡ് ടു ദ നെറ്റ്വർക്ക് ട്രാഫിക്. നമ്മളിപ്പം ഒരു ഡേറ്റ ഇങ്ങനെ പോകുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു റൂൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ റൂൾ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അസോസിയേറ്റഡ് ആക്ഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻ എന്ത് ചെയ്യും, ആ നെറ്റ്വർക്ക് ട്രാഫിക്കിൽ അത് അപ്ലൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൂൾസ് ആർ ഡിഫൈൻഡ് ആസ് എനി എംപ്ലോയി ഫ്രം ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കനോട്ട് ആക്സസ് ദ ഡാറ്റ ഫ്രം കോഡ് സെർവർ അറ്റ് ദ സെയിം ടൈം. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളൊരു എംപ്ലോയിയാണെന്ന് വിചാരിക്കുക, എംപ്ലോയിയുടെ കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കുക. ഇത് HR ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു എംപ്ലോയിയുടെ ഒരു കമ്പ്യൂട്ടറാണ്. ഓക്കെ അല്ലേ? ഇപ്പം ഇത് കോഡൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ കോഡ് സെർവർ എന്ന് പറയുന്നൊരു സിസ്റ്റമാണ്. ഈ കമ്പനി എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന എംപ്ലോയിക്ക് നേരെ ഈ കോഡ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു റൂൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? നെറ്റ്വർക്ക് വഴി ഈ കോഡ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു കോഡ് എഴുതി. അപ്പം ഈ HR സെക്ഷനിലിരിക്കുന്ന ഒരു എംപ്ലോയി ഇങ്ങോട്ട് ഡാറ്റ ഇയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത് വയലേറ്റ് ചെയ്യപ്പെടും. ഓക്കെ അല്ലേ? പക്ഷെ അതേസമയം തന്നെ at the same time another rule is defined like a system administrator can access the data from both the human resource and the technical department. അതായത് ഇതൊരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് വിചാരിക്കുക. സിസ്റ്റം മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്ന ആളെയാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ. ഇത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റം എന്ന് വിചാരിക്കുക. ഇയാൾക്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഹ്യൂമൻ റിസോഴ്സിലുള്ള കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ പെർമിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അല്ലെങ്കിൽ കോഡ് സെർവറിലോ എല്ലായിടത്തും പോയി ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ ആ പെർമിഷൻ ഇയാളുടെ അടുത്ത് നിന്നാണ് ഡാറ്റ വരുന്നതെങ്കിൽ ഇത് കടത്തി വിടുകയും വേണം. ഓക്കെ അല്ലേ? അതേസമയം തന്നെ ചില ഡാറ്റ ഇങ്ങോട്ട് കടത്തി വിടാനും പാടില്ല. ആ റൂൾ എഴുതി വെക്കുന്ന ഒരു ടേബിളാണെന്ന് പറയുന്നത്. അതാണ് ഈ നെറ്റ്വർക്ക് ട്രാഫിക് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എ സെർവർ നെറ്റ്വർക്ക് ട്രാഫിക് ക്യാൻ ബി എയ്തർ ഔട്ട് ഗോയിങ് ഓർ ഇൻകമിങ്. സാധാരണ ഒരു സെർവറിൻ്റെ കേസിൽ നിന്ന് നോക്കുവാണെങ്കിൽ പറയുന്നത് നെറ്റ്വർക്ക് ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ഡാറ്റയുടെ ഔട്ട് ഗോയിങ് അല്ലെങ്കിൽ ഇൻകമിങ് ആയിട്ടുള്ള ഡാറ്റയുടെ ഫ്ലോയിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് ട്രാഫിക് എന്ന് പറയും. ആ ട്രാഫിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ട്രാഫിക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതിൻ്റെ പ്രധാന ഡ്യൂട്ടി ചെയ്യുന്ന ആളാണെന്ന് പറയുന്നത് ഈ ഫയർവാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി നെറ്റ്വർക്ക് ഇടയിൽ വെക്കുന്ന ഒരു ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കൺസെപ്റ്റിന് അല്ലെങ്കിൽ ഹാർഡ്വെയർ ഡിവൈസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ സെക്ഷനെ നമ്മൾ പറയുന്ന പേരാണെന്ന് പറയുന്നത് ഫയർവാൾ എന്ന് പറയും. സാധാരണ നമ്മുടെ ഭിത്തിയുടെ ഒക്കെ ഉപയോഗം പോലെ തന്നെ ഉള്ളൂ. എന്താണ്, ഒരു പ്രൈവസി ഉണ്ടാക്കുക, പിന്നെ രണ്ടാമത്തെ ഒരു അരിപ്പയുടെ ഉപയോഗം, ഒരു ഫിൽട്ടർ പ്രോസസ്സ് നടക്കും. അതായത് ആവശ്യമുള്ള ഡാറ്റ മാത്രമേ അപ്പുറത്തേക്ക് കടത്തി വിടുള്ളൂ, ആവശ്യമില്ലാത്ത എല്ലാം എന്ത് ചെയ്യും, അവിടെ അവൻ തടഞ്ഞു വെക്കും. അത് തടഞ്ഞു വെക്കുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അതൊരു റൂളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആ ഒരു റൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് കമ്പനിയാണോ കമ്പനിയുടെ അനുസരിച്ച് മാറ്റം വരാം. നമ്മൾ പറയുകയാണ് ഇന്നയാൾ ഇന്ന ഡാറ്റ കാണാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്നയാൾ ഡാറ്റാസ് കാണാൻ പാടില്ല അതർ നെറ്റ്വർക്കിലുള്ള എന്ന് പറയുന്ന ആ റൂൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ആ കമ്പനി ആയിരിക്കും എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് 2 ടോപ്പിക്ക്. ഇത് രണ്ടും വായിച്ച് നോക്കുക കേട്ടോ.